Good morning, dear students. ഇന്ന് നമുക്ക് മോഡ്യൂൾ 4ന്റെ റിവിഷൻ നോക്കാം. സോ മോഡ്യൂൾ 4ന്റെ ടോപ്പിക്സ് ഇതൊക്കെയാണ്. ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്സ് ഓഫ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക്സ്, അറ്റ്മിക 32 കണക്ഷൻ ടു RS32 ആയിട്ടുള്ള കണക്ഷൻ, അറ്റ്മിക 32 ആയിട്ടുള്ള കണക്ഷൻ, AVR സീരിയൽ പോർട്ട് പ്രോഗ്രാമിംഗ് ഇൻ സി അതിൻ്റെ പ്രോഗ്രാമിംഗ്, പിന്നെ LCD ഇൻ്റർഫേസിങ്, കീബോർഡ് ഇൻ്റർഫേസിങ്, ADC ഇൻ്റർഫേസിങ്, DAC ഇൻ്റർഫേസിങ് ആൻഡ് സെൻസർ ഇൻ്റർഫേസിങ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മോഡ്യൂൾ 4നകത്ത് പഠിക്കുന്നത്. സോ അറ്റ്മിക 32 ആയിട്ട് RS232, അതുപോലെ തന്നെ LCD, കീബോർഡ്, ADC, DAC, സെൻസർ, ഈ പറയുന്ന ചിപ്പുകളുമായിട്ടുള്ള ഇന്റർഫേസിംഗ് ആണ് നമ്മൾ മോഡ്യൂൾ 4നകത്ത് പഠിക്കുന്നത്, ഈ പറയുന്ന കിറ്റുകളുമായിട്ടുള്ള. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മോഡ്യൂൾ 4നകത്ത് നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ ഇന്റർഫേസിംഗ് ഓഫ് കീബോർഡ് വിത്ത് AVRും കീബോർഡും തമ്മിലുള്ള ഇന്റർഫേസിംഗ് ആണ് ഒരു ക്വസ്റ്റ്യൻ. അടുത്തത് ചോദിച്ചിരിക്കുന്നത് അറ്റ്മിക 32 കണക്ഷൻ ടു RS232 ആയിട്ടുള്ള കണക്ഷൻ. ഓക്കെ, അടുത്ത ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം, എക്സ്പ്ലെയിൻ കീബോർഡ് ഇന്റർഫേസിംഗ്, കീബോർഡുമായിട്ടുള്ള ഇന്റർഫേസിംഗ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ സെൻസർ ഇന്റർഫേസിംഗ്, അതുപോലെ തന്നെ LCD ഇന്റർഫേസിംഗ്, DAC ഇന്റർഫേസിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, എക്സ്പ്ലെയിൻ അബൌട്ട് ദ കണക്ഷൻ ബിറ്റ്വീൻ അറ്റ്മിക 32 RS232 അറ്റ്മിക 32 ആയിട്ടുള്ള കണക്ഷൻ, അതുപോലെ തന്നെ LCD ഇന്റർഫേസിംഗ്, ഡീറ്റെയിൽസ് ഓഫ് LCD ആൻഡ് LCD ഇന്റർഫേസിംഗ് വിത്ത് ഡയഗ്രാം, അതുപോലെ തന്നെ യൂസ് ഓഫ് DAC ആൻഡ് DAC ഇന്റർഫേസിംഗ് വിത്ത് AVR, അതുപോലെ ടെമ്പറേച്ചർ സെൻസർ ഇന്റർഫേസിംഗ് വിത്ത് AVR. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ഇന്റർഫേസിംഗ് ഡയഗ്രാം വിത്ത് LCD മോഡ്യൂൾ വിത്ത് അറ്റ്മിക 32. അടുത്തത് ട്രാൻസ്ഫർ സീരിയൽ ഡേറ്റ കണക്ഷൻ വിത്ത് AVR, അതുപോലെ തന്നെ മെട്രിക്സ് കീബോർഡ് ഇന്റർഫേസിംഗ് വിത്ത് AVR, അതുപോലെ തന്നെ സെൻസർ ഇന്റർഫേസിംഗ് വിത്ത് AVR. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയുമാണ് അപ്പം ഇത് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് ഏതൊക്കെയാണോ ഇന്റർഫേസിംഗ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം മുതൽ നോക്കാം. നമ്മുടെ മോഡ്യൂളിനകത്ത് തന്നെ ആദ്യം മുതൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ലോങ് ഡിസ്റ്റൻസിലുള്ള രണ്ട് ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പം പോസിബിൾ ആകുന്ന സീരിയൽ കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. സോ കമ്മ്യൂണിക്കേഷൻ തന്നെ സീരിയലും പാരലൽ ട്രാൻസ്ഫറും നമുക്ക് നടത്താൻ പറ്റും. സീരിയൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 1 ബിറ്റ് അറ്റ് എ ടൈം, ഓരോ ക്യാരക്ടർ അറ്റ് എ ടൈം സെൻഡ് ചെയ്യുന്നതാണ് സീരിയൽ ട്രാൻസ്ഫർ. പാരലൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻഫോർമേഷൻസ് നമുക്ക് അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ ബിറ്റുകൾ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് പാരലൽ ട്രാൻസ്ഫർ. ഓക്കെ, അതുപോലെ തന്നെ സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ അസിൻക്രണസും ഉണ്ട്, സിൻക്രണസും ഉണ്ട്. അസിൻക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് ബിറ്റും സ്റ്റോപ്പിംഗ് ബിറ്റും ഫ്രെയിമിംഗ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നതാണ് അസിൻക്രണസ്. സിൻക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം അനുസരിച്ച് ഓരോ ബിറ്റ് ഒരു ടൈമിംഗ് സിഗ്നലും കൂടി ഉണ്ടാവും. ടൈമിംഗ് സിഗ്നലിനെ ബേസ് ചെയ്തിട്ട് ഡേറ്റ സെൻഡ് ചെയ്യുന്നതാണ് സിൻക്രണസ്. ഓക്കെ, അതുപോലെ ട്രാൻസ്മിഷൻസ് ഹാഫ് ഡ്യൂപ്ലെക്സും ഉണ്ട്, ഫുൾ ഡ്യൂപ്ലെക്സും ഉണ്ട്. ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് 1 വേ അറ്റ് എ ടൈം, ഒരൊറ്റ ഡയറക്ഷനിലൂടെ മാത്രമേ ഹാഫ് ഡ്യൂപ്ലെക്സിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ഡയറക്ഷനിലും ഡേറ്റ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഫുൾ ഡ്യൂപ്ലെക്സ്. ദെൻ അതിൻ്റെ ഒരു ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്, സിംപ്ലസ്, ഹാഫ് ഡ്യൂപ്ലെക്സ്, ഫുൾ ഡ്യൂപ്ലെക്സ്. ഓക്കെ, ദെൻ RS232. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് മോഡ്യൂൾ 4ൽ നിന്ന് ചോദിക്കുന്നത് RS232 ആയിട്ടുള്ള ഇന്റർഫേസിംഗ് ആണ് AVRന്റെ. അപ്പോൾ RS232 എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് ഫോർ ഇറ്റ് ഈസ് ആൻ ഇന്റർഫേസിംഗ് സ്റ്റാൻഡേർഡ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ബിറ്റ്വീൻ ടു ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർഫേസിംഗ് സ്റ്റാൻഡേർഡ് ആണ് RS232. സോ ഇതൊരു TTL ലോജിക് ഫാമിലി കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആണ് നമ്മൾ RS232 കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് TTL കോമ്പാറ്റിബിൾ അല്ല. TTL കോമ്പാറ്റിബിൾ അല്ലാത്തത് കൊണ്ട് TTLന്റെ വോൾട്ടേജ് ലെവൽസുമായിട്ട് ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും RS232 യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വോൾട്ടേജ് കൺവേർട്ടർ യൂസ് ചെയ്യണം. സോ ആ വോൾട്ടേജ് കൺവേർട്ടർ ആണ് മാക്സ് 232. ഈ മാക്സ് 232 എന്ന് പറയുന്ന വോൾട്ടേജ് കൺവേർട്ടർ TTL ലോജിക് വോൾട്ടേജ് ലെവൽസിൽ നിന്നും RS232 വോൾട്ടേജ് ലെവലിലോട്ട് കൺവേർട്ട് ചെയ്യും, തിരിച്ചും കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. RS232 വോൾട്ടേജ് ലെവലിൽ നിന്ന് TTL ലോജിക് ലെവലിലോട്ട് വോൾട്ടേജ് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു മാക്സ് 232. അപ്പോൾ എപ്പോഴും RS232 യൂസ് ചെയ്യുന്ന സമയത്ത്
നമ്മളൊരു വോൾട്ടേജ് കൺവേർട്ടർ ലൈക്ക് മാക്സ് 232 നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ RS-232ന്റെ പിൻസ്, സോ RS-232ന്റെ പിൻസ് നമുക്ക് 25 പിൻസ് ഉള്ളതുണ്ട്, 9 പിൻസ് ഉള്ളതുണ്ട്. അപ്പോൾ ഇതിനകത്ത് 25 പിൻസിന്റെ ഡയഗ്രം ആണ് കാണിച്ചിരിക്കുന്നത്. 1 മുതൽ 25 പിൻസ് വരെയുള്ള ഒരു RS-232ന്റെ കണക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഒരു പ്ലഗ് കണക്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ATmega 32 കണക്ഷൻ ടു RS-232. ഈ RS-232നെ നമുക്ക് ATmega 32 നമ്മുടെ AVR മൈക്രോ കൺട്രോളറുമായിട്ട് കണക്ഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മെയിൻ ആയിട്ട് വേണ്ടത് ഒരു മാക്സ് 232 എന്തായാലും വേണം. അത് കൂടാതെ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും 2 പിൻസ് വേണം. ഓക്കെ, അതിന് 2 പിൻസിനെ പറയുന്ന പേരാണ് TX എന്നും RX എന്നും. TX എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടിയിട്ട്, RX എന്ന് പറയുന്നത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ട്രാൻസ്മിഷൻ നടത്തുന്ന പിന്ന് നമ്മുടെ ATmega 32 AVR മൈക്രോ കൺട്രോളറിന്റെ പിൻ നമ്പർ 15. പിൻ നമ്പർ 15 എന്ന് പറയുന്നത് പോർട്ട് ഡിയുടെ, ഓക്കെ, ATmega 32ലുള്ള പോർട്ട് ഡിയുടെ 0th പിന്നാണ്. അതുപോലെ RX എന്ന് പറയുന്നത് പിൻ നമ്പർ 14 ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിൻ നമ്പർ 14 എന്ന് പറയുന്നത് ATmega 32ന്റെ പോർട്ട് ഡിയുടെ 1 എന്ന് പറയുന്ന പിന്നാണ്. അപ്പോൾ ഈ 2 പിന്നുകളാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയിട്ട് RS-232 ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ 2 പിൻസ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഡയഗ്രം ഈ കാണിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇതിന്റെ കണക്ഷൻ ടു RS-232. സോ ഇത് ATmega 32 ആണ്. ATmega 32 ഈ DB9 എന്ന് പറയുന്നതാണ് RS-232. സോ ഇവിടെ 9 പിൻസ് ഉള്ളതാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 9 പിൻസ് ഉള്ള RS-232 ആണ് ഈ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിനകത്ത് എന്താണ് ATmega 32നകത്തുള്ള 14 എന്ന് പറയുന്ന പിന്ന് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നായിട്ടും 15 എന്ന് പറയുന്ന പിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പിന്നുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് മാക്സ് 232. സോ ATmega 32ന്റെയും RS-232ന്റെയും ഇടയിൽ ഒരു വോൾട്ടേജ് കൺവേർട്ടർ മാക്സ് 232 യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് മാക്സ് 232ന്റെ ഇന്റേണൽ പിൻസുകളെല്ലാം കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നിൽ കൂടുതൽ റിസീവർ പിൻസും ട്രാൻസ്മിറ്റർ പിൻസും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പിന്നുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, 11ഉം 12ഉം 13ഉം 14ഉം ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് RS-232 ATmega 32 ആയിട്ടുള്ള കണക്ഷൻ വിത്ത് മാക്സ് 232. അപ്പോൾ ഈ പിന്നുകൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഇതിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പോസിബിൾ ആകുന്നതെന്ന് പറഞ്ഞാൽ, ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പോസിബിൾ ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 2 ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോഴത്തേക്ക് അതിനകത്ത് മെയിനായിട്ട് 2 എക്യുപ്മെന്റ്സ് ഉണ്ട്. ഡേറ്റ ടെർമിനൽ എക്യുപ്മെന്റും ഉണ്ട്, ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റും ഉണ്ട്. സോ നമ്മൾ ഇവിടെ എന്താണ് RS-232ഉം അതുപോലെ തന്നെ നമ്മുടെ ATmega 32 ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പം RS-232 എന്ന് പറയുന്നത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ് ആയിട്ടും അതുപോലെ തന്നെ ATmega 32 എന്ന് പറയുന്നത് നമ്മുടെ ടെർമിനൽ എക്യുപ്മെന്റുമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഡേറ്റ ടെർമിനൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സ് ഓർ ടെർമിനൽസ് ദാറ്റ് സെൻഡ് ആൻഡ് റിസീവ് ഡേറ്റ സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് DTE. അതുപോലെ DCE എന്ന് പറയുന്നത് മോഡംസ്, അതായത് ആ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് മോഡംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിനകത്ത് നമുക്ക് ഈ നമ്മുടെ എന്താണ് RS-232നെ നമുക്ക് മോഡമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ATmega 32 മൈക്രോ കൺട്രോളറിനെ നമുക്ക് DT ഡേറ്റ ടെർമിനൽ എക്യുപ്മെന്റ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനകത്ത് RS-232നകത്തുള്ള 9 പിൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. ആ 9 പിൻസിന്റെ സിഗ്നൽ ഡിസ്ക്രിപ്ഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പിൻ നമ്പർ 1 എന്ന് പറയുന്നത് ഡേറ്റ കാരിയർ ഡിറ്റക്റ്റ്, പിൻ നമ്പർ 2 എന്ന് പറയുന്നത് റിസീവ്ഡ് ഡേറ്റ, പിൻ നമ്പർ 3 എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് ഡേറ്റ, പിൻ നമ്പർ 4 എന്ന് പറയുന്നത് ഡേറ്റ ടെർമിനൽ റെഡി, അതുപോലെ സിഗ്നൽ ഗ്രൗണ്ട്, ഡേറ്റ സെറ്റ് റെഡി, റിക്വസ്റ്റ് ടു സെൻഡ്, ക്ലിയർ ടു സെൻഡ്, റിംഗ് ഇൻഡിക്കേറ്റർ. ഈ 9 സിഗ്നൽസ് വെച്ചിട്ടാണ് RS-232ഉം ATmega 32ഉം തമ്മിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത്. അപ്പം മൊത്തത്തിൽ 9 എണ്ണമാണ് ഉള്ളതെങ്കിലും അതിൽ 3 എണ്ണം ഏതാണ്, റിസീവ് ഡേറ്റ, ട്രാൻസ്മിറ്റ് ഡേറ്റ, ഗ്രൗണ്ട്. ആ 3 എണ്ണം എന്തായാലും നമുക്കുള്ളതാണ്. റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈന്, ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈന്, അതുപോലെ തന്നെ ഗ്രൗണ്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട്. ആ 3 എണ്ണം പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള 6 സിഗ്നൽസ്, ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽസ് ആണ് പിന്നീടുള്ളത്. അത് ഈ സിഗ്നൽസിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. എപ്പോഴെങ്കിലും ഒരു ഡേറ്റ ടെർമിനൽ എക്യുപ്മെന്റ്, എപ്പോഴെങ്കിലും ഒരു എക്യുപ്മെന്റിന് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം അല്ലെങ്കിൽ ആ ടെർമിനൽ എക്യുപ്മെന്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡി ആണെന്ന് നമ്മളെ മോഡത്തിനെ ഇൻഫോം ചെയ്യിക്കണം. ആ മോഡത്തിനെ ഇൻഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള സിഗ്നലാണ് DTR, ഡേറ്റ ടെർമിനൽ റെഡി. ഡേറ്റ ടെർമിനൽ റെഡി ആണെന്ന് മോഡത്തിനെ ഇൻഫോം ചെയ്യുന്ന സിഗ്നലാണ് DTR.
ഓക്കെ, അതുപോലെ തന്നെ മോഡം റെഡിയാണ് എന്നുള്ള ഒരു ഇൻഫോർമേഷൻ ടെർമിനൽ എക്യുപ്മെന്റിനെ അറിയിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സിഗ്നലാണ് DSR. മോഡത്തിൽ നിന്നും ഡേറ്റ ടെർമിനൽ എക്യുപ്മെന്റിലോട്ട് പാസ് ചെയ്യുന്ന സിഗ്നലാണ് DSR, ഡേറ്റ സെറ്റ് റെഡി. അതുപോലെ തന്നെ ഡേറ്റ ടെർമിനൽ റെഡി ആയി കഴിഞ്ഞാൽ സംതിങ് ഡേറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് മോഡത്തിനെ അറിയിക്കുകയാണ്, ഞാനൊരു ഡേറ്റ സെൻഡ് ചെയ്യാൻ പോവുകയാണ്, അതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് സെൻഡ് ചെയ്യും, RTS, റിക്വസ്റ്റ് ടു സെൻഡ്. അപ്പോൾ ടെർമിനൽ എക്യുപ്മെന്റ് മോഡത്തിനോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും, എന്താണ്, എനിക്കൊരു ഡേറ്റ ഇരിപ്പുണ്ട്, ഞാനത് സെൻഡ് ചെയ്യട്ടെ എന്നുള്ള ഒരു റിക്വസ്റ്റ് മോഡത്തിനെ അറിയിക്കും. സോ അതിന് റെസ്പോൺസ് ആയിട്ട് മോഡത്തിൽ സ്പേസ് ഉണ്ടെങ്കിൽ, ഇന്റേണലി ആ വരുന്ന ഡേറ്റയെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ, ആ സ്പേസ് ഉണ്ട് എന്നുള്ള ഒരു ഇൻഫോർമേഷൻ മോഡം ടെർമിനൽ എക്യുപ്മെന്റിനെ അറിയിക്കും. അതാണ് ക്ലിയർ ടു സെൻഡ്. സോ ക്ലിയർ ആണ്, ബഫറൊക്കെ ക്ലിയർ ആണ്, സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിഗ്നൽ അയക്കുന്നതാണ് ക്ലിയർ ടു സെൻഡ്. അതുപോലെ തന്നെ മോഡത്തിനകത്ത് എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ വന്നിട്ടുണ്ട്, അത് ടെർമിനൽ എക്യുപ്മെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അയക്കുന്ന, മോഡത്തിൽ നിന്ന് ടെർമിനൽ എക്യുപ്മെന്റിലോട്ട് അയക്കുന്ന ഒരു സിഗ്നലാണ് ഡേറ്റ കാരിയർ ഡിറ്റക്ട്. വാലിഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ നമ്മുടെ കാരിയർ നമ്മുടെ എന്താണ് മോഡത്തിനകത്തുണ്ട് എന്നുള്ള അറിയിക്കുന്ന ഒരു ഇൻഫോർമേഷനാണ് ഡേറ്റ കാരിയർ ഡിറ്റക്ട്. അതുപോലെ തന്നെ മോഡത്തിൽ നിന്നും ടെർമിനൽ എക്യുപ്മെന്റിനകത്തോട്ട് സിഗ്നൽസ് സെൻഡ് ചെയ്യുന്ന ഒരു സിഗ്നലാണ്, ഹാൻഡ് ഷേക്കിംഗ് സിഗ്നലാണ് റിംഗ് ഇൻഡിക്കേറ്റർ. ഓക്കെ, റിംഗിങ് ആണ് അല്ലെങ്കിൽ ഫോൺ ബെൽസ് ചെയ്യുന്നുണ്ട് എന്നുള്ള റിംഗിങ് സിഗ്നൽ, റിംഗ് ഇൻഡിക്കേറ്റർ, അത് മോഡത്തിൽ നിന്നും ടെർമിനൽ എക്യുപ്മെന്റിനകത്തോട്ട് സെൻഡ് ചെയ്യുന്ന സിഗ്നലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സിഗ്നൽസ് വെച്ചിട്ടാണ് RS-232 ATMEGA32 തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത്. സോ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ RS-232 ATMEGA32 തമ്മിലുള്ള കണക്ഷൻ ഇന്റർഫേസിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് RS-232 എന്താണെന്ന് എഴുതണം. RS-232 ഇതാണ് RS-232 എന്താണെന്ന് എഴുതണം. അതിനുശേഷം അതിന്റെ എന്താണ് MAX-232നെ പറ്റിയിട്ട് എഴുതണം. MAX-232 പറ്റി എഴുതിയതിനു ശേഷം ഈ കണക്ഷൻ കാണിക്കണം. ATMEGA32 RS-232 തമ്മിലുള്ള കണക്ഷൻ കാണിക്കണം. MAX-232ന്റെ ഒരു ഡയഗ്രാം കാണിക്കണം. അതിനുശേഷം ഇതിന്റെ പിൻസുകൾ ഏതൊക്കെയാണെന്ന് പറയണം. ഏതൊക്കെ പിന്ന് വഴിയാണ് ഇവർ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള പിന്നിന്റെ ഡിസ്ക്രിപ്ഷൻ പറയണം. ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽസിനെ പറ്റിയിട്ട് പറയാം. ഇത്രയുമാണ് RS-232 ATMEGA32 തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ പറയേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCD ഇന്റർഫേസിങ്, അതായത് AVR-ഉമായിട്ട് എങ്ങനെയാണ് LCD ഇന്റർഫേസ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എങ്ങനെ ഇന്റർഫേസ് ചെയ്യിക്കുക എന്നുള്ളതാണ് അടുത്ത സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ്. നമ്മൾ ക്വസ്റ്റ്യൻസിൽ കണ്ടതാണ് അല്ലേ. സോ ആ ക്വസ്റ്റ്യൻസിന്റെ എന്തൊക്കെയാണ് ഇന്റർഫേസിങ്ങിന്, LCD ഇന്റർഫേസിങ്ങിൽ എന്തൊക്കെ എഴുതണം. സോ ആദ്യം നമ്മൾ എഴുതേണ്ടത് LCD എന്താണെന്ന് എഴുതുക, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഡിസ്പ്ലേ പോസിബിൾ ആക്കാം. അതായത് 16 ക്യാരക്ടേഴ്സ് 1 ലൈനിൽ പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ 16 ക്യാരക്ടേഴ്സ് 2 ലൈൻസിൽ പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ 20 ക്യാരക്ടേഴ്സ് 2 ലൈൻസിൽ പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ 16 ക്യാരക്ടേഴ്സ് 4 ലൈൻ, അങ്ങനെ പല രീതിയിലുള്ളത് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഏത് രീതിയിലുള്ള ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ രീതിയിലുള്ള മോഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് പോപ്പുലർ ആയിട്ട് നമ്മുടെ LCD ഇന്റർഫേസിങ് ഇപ്പൊ യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീസൺസ് പറയാം. അതിന്റെ പ്രൈസ് വളരെ കുറവാണ്, അതുപോലെ തന്നെ നമ്പേഴ്സും ക്യാരക്ടേഴ്സും ഗ്രാഫിക്സും ഒക്കെ നല്ലോണം ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ LCDക്ക് അകത്ത് സ്വന്തമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് റിഫ്രഷിംഗ് കൺട്രോളർ ഉണ്ട്. LED ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ CPU തന്നെ അതിന്റെ റിഫ്രഷിംഗ് ഓപ്പറേഷനും കൂടെ CPU ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ LCD വളരെ കൂടുതലായിട്ട് ഇപ്പം യൂസ് ചെയ്യുന്നത്. ഇനി ഇന്റർഫേസിംഗ് ചോദിക്കുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് വരുന്നത് LCDയുടെ പിന്നുകളാണ്. LCDയുടെ പിന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, LCD ഏത് മോഡിലാണോ വർക്ക് ചെയ്യേണ്ടത് ആ മോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡുകളും ഡേറ്റ ഏത് ക്യാരക്ടർ ആണോ പ്രിന്റ് ചെയ്യേണ്ടത്, ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ആ ക്യാരക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, സെൻഡ് ചെയ്ത് കൊടുക്കണം. ഏത് ഡിവൈസുമായിട്ടാണ്, മൈക്രോ കൺട്രോളർ ആണെങ്കിൽ മൈക്രോ കൺട്രോളർ, CPU ആണ്, എന്താണ് മൈക്രോ പ്രോസസർ ആണെങ്കിൽ മൈക്രോ പ്രോസസർ, ആ പ്രോസസറിൽ നിന്നും അല്ലെങ്കിൽ കൺട്രോളറിൽ നിന്നും ആവശ്യമുള്ള കമാൻഡ്സും ഏത് ക്യാരക്ടർ ആണോ ഡിസ്പ്ലേ ചെയ്യുന്നത് ആ ക്യാരക്ടേഴ്സും സെൻഡ് ചെയ്യണം. സോ ആ ക്യാരക്ടേഴ്സും കമാൻഡ്സും സെൻഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പിന്നുകളാണ് ഈ D0 മുതൽ D7 വരെയുള്ള 8 പിൻ. അപ്പൊ ഈ 8 പിന്നിലൂടെ നമുക്ക് 8 ബിറ്റ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് സെൻഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ചിലപ്പോൾ കമാൻഡ് ആകാം, ചിലപ്പം ക്യാരക്ടർ ടു ബി ഡിസ്പ്ലേഡ് ആകാം. അതുപോലെ പിന്നെന്താണ് പവർ സപ്ലൈ, VSS ഗ്രൗണ്ട്, VSS പവർ സപ്ലൈ ആവശ്യമായിട്ടുള്ള 3 പിന്ന്, VSS ഗ്രൗണ്ട് പ്ലസ് VCC എന്ന് പറഞ്ഞ പവർ സപ്ലൈ, അതുപോലെ പവർ സപ്ലൈ കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ ആണ് VEE. അപ്പൊ അങ്ങനെ
മൂന്നെണ്ണം പവർ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ ഉള്ളൊരു 3 പിന്നുകളുണ്ട്. ഇതാണ് ഈ 3 പിന്നുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ രജിസ്റ്റർ സെലക്ട്. രജിസ്റ്റർ സെലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ് രജിസ്റ്റർ ആണോ ഡേറ്റ രജിസ്റ്റർ ആണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത് കമാൻഡ് ആണെങ്കിൽ കമാൻഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യണം, ഡേറ്റ ആണെങ്കിൽ ഡേറ്റ രജിസ്റ്റർ സെലക്ട് ചെയ്യണം. സോ RSന്റെ വാല്യൂ രജിസ്റ്റർ സെലക്ടിന്റെ വാല്യൂ 0 ആണെങ്കിൽ കമാൻഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യും, RSന്റെ വാല്യൂ 1 ആണെങ്കിൽ ഡേറ്റ രജിസ്റ്റർ സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ എനേബിൾ പിൻ അല്ല, റീഡ് റൈറ്റ്, R⁻W എന്ന് പറഞ്ഞാൽ റീഡ് റൈറ്റിന്റെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ റൈറ്റ് ഓപ്പറേഷൻ ആണ് നമ്മൾ നടത്തുന്നത്. അതായത് കമാൻഡ് ആണെങ്കിലും ഡേറ്റ ആണെങ്കിലും നമ്മൾ LCDക്കകത്തോട്ട് കൊടുക്കുന്നത് റൈറ്റ് ഓപ്പറേഷൻ വഴിയാണ്. ഓക്കെ, അതാണ് റീഡ് റൈറ്റിന്റെ വാല്യൂ 0 ആണെങ്കിൽ റൈറ്റ്, റീഡ് റൈറ്റിന്റെ വാല്യൂ 1 ആണെങ്കിൽ റീഡ്. അതുപോലെ തന്നെ എനേബിൾ പിൻ, എന്ന് പറഞ്ഞ എനേബിൾ പിൻ. ഈ എനേബിൾ പിന്നിന്റെ വാല്യൂ നമ്മൾ എപ്പോഴും ഹൈയിൽ നിന്നും ലോയിലോട്ട് ചേഞ്ച് ചെയ്യും. ഹൈയിൽ നിന്നും ലോയിലോട്ട് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കമാൻഡ് മാത്രമായിരിക്കില്ല LCDക്ക് കൊടുക്കുന്നത്. ഒന്നിൽ കൂടുതൽ കമാൻഡ്സ് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും അതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച്. അപ്പോൾ ഒരു കമാൻഡ് പാസ് ചെയ്ത് കഴിഞ്ഞ് സെയിം ഡേറ്റ ലൈൻസിൽ കൂടെ തന്നെയാണ് അടുത്ത കമാൻഡ് പാസ് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി പാസ് ചെയ്ത കമാൻഡ് നമ്മൾ LCDക്കകത്തുള്ള ഒരു ഇന്റേണൽ ലാച്ചിനകത്ത് ഒരു ലാച്ച് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഒരു ബഫറിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. അത് എനേബിൾ ആക്കാൻ വേണ്ടിയിട്ട്, ആ ലാച്ചിന്റെ എനേബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നാണ് എന്ന് പറയുന്നത് പിൻ. അത് ഹൈയിൽ നിന്നും ലോയിലോട്ട് മാറ്റുമ്പം എന്ന് പറയുന്ന പിന്നിന്റെ വാല്യൂ ഹൈയിൽ നിന്നും ലോയിലോട്ട് മാറ്റുമ്പോൾ ഇതിനകത്തുള്ള ഇന്റേണലി ഉള്ള ലാച്ച് എനേബിൾ ആകുകയും ഈ ഡേറ്റ ലൈൻസിലുള്ള ഈ 8 പിന്നിൽ കിടക്കുന്ന വാല്യൂസ് ബഫർ ചെയ്ത് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അടുത്ത സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത കമാൻഡ് നമുക്ക് ഈ പറഞ്ഞ ഡേറ്റ ലൈൻസിനകത്തോട്ട് പാസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി കൊടുത്തത് അവിടെ ഇന്റേണലി ലാച്ച് ചെയ്തിട്ടുണ്ടാവും. അത് എനേബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നാണ് എന്ന് പറയുന്ന എനേബിൾ പിൻ. ഓക്കെ, അപ്പം ഇനി എന്തൊക്കെ കമാൻഡ്സുകളാണ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുക, LCDക്കകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കമാൻഡ്സുകൾ ഏതൊക്കെയാണ്? ആ കമാൻഡുകൾ നമ്മൾ നമ്പറുകളായിട്ടാണ് പാസ് ചെയ്യുന്നത്. ആ നമ്പറുകളാണ് ഈ കൊടുക്കുന്നത് 1 2 4 6 5 7 8 എന്നൊക്കെ പറയുന്നത്. സോ ഓരോന്നിനും ഓരോ മോഡാണ് LCDക്കകത്ത്. സോ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ സ്ക്രീൻ ക്ലിയർ ചെയ്യുക, 2 എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഹോം, 4 എന്ന് പറഞ്ഞാൽ ഡിക്രിമെന്റ് കഴ്സർ, 6 എന്ന് പറഞ്ഞാൽ ഇൻക്രിമെന്റ് കഴ്സർ, അങ്ങനെ പല. എന്ന് പറയുന്നത് കഴ്സർ ബ്ലിങ്ക് ചെയ്യും, ഡിസ്പ്ലേ ഓൺ. അതുപോലെ 38 28 എന്ന് പറയുന്നത് 2 ലൈൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. 8 ബിറ്റ് ഓപ്പറേഷൻ ആയിരിക്കും. 2 ലൈൻസിൽ 5/7 മെട്രിക്സ് 8 ബിറ്റ് ഓപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന മോഡാണ് 38 എന്ന് പറഞ്ഞ കമാൻഡ് കോഡ്. അതുപോലെ 2 ലൈൻസ് 4 ബിറ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു കമാൻഡ് കോഡാണ് 28. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് മോഡിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഈ കമാൻഡ് നമ്പറുകൾ ആദ്യം നമ്മൾ കമാൻഡ് രജിസ്റ്ററിനകത്ത് വെക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക്കലി നോർമലി നമ്മൾ കൊടുക്കുന്ന കമാൻഡുകൾ. ഇനി കമാൻഡുകൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അപ്പോൾ ആദ്യം പറഞ്ഞ കുറേ കമാൻഡുകളുണ്ട്, അതിനകത്ത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കമാൻഡുകളാണ്. ഫസ്റ്റ് ക്ലിയർ സ്ക്രീൻ ക്ലിയർ ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ കഴ്സർ ചിലപ്പോൾ ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഓൺ ചെയ്യണോ കഴ്സർ ഓൺ ചെയ്യണോ, അതിന്റെ കമാൻഡാണ് 0E. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് 01 എന്ന് പറയുന്നത് ക്ലിയർ സ്ക്രീൻ, അതുപോലെ 0E എന്ന് പറയുന്നത് ഡിസ്പ്ലേയും കഴ്സറും ഓൺ. അതുപോലെ 3828 എന്ന് പറയുന്നത് 8 ബിറ്റ് 2 ലൈൻസ് 5/7 മെട്രിക്സ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ 28 എന്ന് പറയുന്നത് 4 ബിറ്റ് 2 ലൈൻസ് 5/7 മെട്രിക്സ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് കോഡുകൾ. ഓക്കെ, അപ്പം ഇനി എങ്ങനെയാണ് LCD ഇന്റർഫേസിംഗ് നടത്തുന്നത് നോക്കുക. അപ്പൊ കമാൻഡ് കോഡുകൾ പറഞ്ഞു, അതിന്റെ രജിസ്റ്റേഴ്സ് പിന്നുകൾ പറഞ്ഞു, കമാൻഡ് കോഡുകൾ പറഞ്ഞു, പിന്നുകൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് അതിനെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്, ഇന്റർഫേസിംഗ് ചെയ്യുന്നത്? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ATmega32 മൈക്രോ കൺട്രോളറിനെ LCDയുമായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് LCD ഏത് മോഡിലാണോ വർക്ക് ചെയ്യേണ്ടത് അതിനാവശ്യമായിട്ടുള്ള കമാൻഡ് കൊടുക്കണം. കമാൻഡ് കൊടുത്തതിന് ശേഷം ഏത് ഇൻഫോർമേഷൻ ആണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഇൻഫോർമേഷൻ ക്യാരക്ടേഴ്സ് ആണ് ഡേറ്റ, ആ ഡേറ്റ LCDക്ക് കൊടുക്കണം. ഈ 3 സ്റ്റെപ്പാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. കണക്ട് ചെയ്യുക, ആവശ്യമുള്ള കമാൻഡ് കൊടുക്കുക, ഏത് ക്യാരക്ടർ ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ക്യാരക്ടർ പാസ് ചെയ്ത് കൊടുക്കുക. ഇനി കമാൻഡ് എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്? കമാൻഡ് സെൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം കമാൻഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യണം. കമാൻഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യാനുള്ള പിന്നാണ് RS. രജിസ്റ്റർ സെലക്ടിന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ കമാൻഡ് രജിസ്റ്റർ സെലക്ട് ആകും. റീഡ് റൈറ്റിന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും, കമാൻഡ് റൈറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എനേബിൾ പിന്ന് 1ൽ നിന്നും 0 ആക്കണം, ഹൈയിൽ നിന്നും ലോ ആക്കുമ്പം ആ കമാൻഡിനെ അവിടെ ലാച്ച് ചെയ്ത്
ഇൻസൈഡ് LCDക്കകത്ത് സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ ഡേറ്റയാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ RSന്റെ വാല്യൂ 1 സെലക്ട് ചെയ്യണം. മറ്റത് RSന്റെ വാല്യൂ 0 ആയിരുന്നു, ഇത് RSന്റെ വാല്യൂ 1 ആക്കും. അപ്പൊ ഡേറ്റ രജിസ്റ്റർ സെലക്ട് ആകും. അതുപോലെ റൈറ്റ് ഓപ്പറേഷൻ തന്നെയാണ്, ഡേറ്റ പാസ് ചെയ്യുന്നത് റൈറ്റ് ഓപ്പറേഷനിലൂടെ തന്നെയാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് എനേബിൾ പിൻ എന്താക്കുക, ഹൈയിൽ നിന്നും ലോയിലോട്ട് ആക്കി കൊടുക്കുക. ഇനി കമാൻഡ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ഏത് മോഡിലാണ് വർക്ക് ചെയ്യേണ്ടത്? അപ്പം 8-bit ഓപ്പറേഷൻ ആണെങ്കിൽ 38, 0E എന്ന് പറയുന്നത് കഴ്സറും ഡിസ്പ്ലേയും ഓൺ, 01 എന്ന് പറയുന്നത് ഡിസ്പ്ലേ സ്ക്രീൻ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. അപ്പൊ ഈ കമാൻഡ് കോഡുകൾ ആദ്യം കമാൻഡ്സ് രജിസ്റ്ററിനകത്തോട്ട് പ്ലേസ് ചെയ്യുക. ഓരോ കമാൻഡ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ അതിനുശേഷം കമാൻഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് RSന്റെ വാല്യൂ, ഇത് കമാൻഡ് സെൻഡ് ചെയ്യുന്ന സ്റ്റെപ്സ് തന്നെയാണ്, നേരത്തെ പറഞ്ഞ കമാൻഡ് സെൻഡ് ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെയാണ് ഈ കാണിച്ചത്. അതുപോലെ ക്യാരക്ടറാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ RSന്റെ വാല്യൂ 1 കൊടുക്കുക, റീഡ് റൈറ്റ് 0 കൊടുക്കുക, എനേബിൾ പിൻ ഹൈയിൽ നിന്നും ലോയിലോട്ട് മാറ്റുക. ദെൻ ഇതാണ് ഈ കണക്ഷൻ. അപ്പൊ ഡയഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു AVRന്റെ ലൈൻ കാണിക്കുക. 8-bit ഓപ്പറേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. LCDക്കകത്ത് ബാക്കിയുള്ള പിന്നുകൾ ഏതാ, VCC, VEE, ഗ്രൗണ്ട്, അതുപോലെ D0 മുതൽ D7 വരെ 8-bit ആണ്, 8-bit പാസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ 3 പിന്നുകളുണ്ട്, RS, RWE. ഇത് തന്നെ 4-bit ആണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ 4 ബിറ്റുകൾ കണക്ട് ചെയ്താൽ മതി. D4 മുതൽ D7 വരെയുള്ള പിന്നുകൾ കണക്ട് ചെയ്താൽ മതി, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇതാണ് LCD ഇന്റർഫേസിങ്. അപ്പൊ സ്ഥിരം ചോദിക്കുന്നതാണ് LCDയുടെ പിന്നുകൾ. ആ പിന്നുകൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചോണം. ഈ 3 എണ്ണം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഡേറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 8 എണ്ണം ആണെങ്കിൽ 8 എണ്ണം, 4 എണ്ണം ആണെങ്കിൽ 4 എണ്ണം, പിന്നെ ഗ്രൗണ്ട്, VCC. ഓക്കെ, അപ്പൊ LCDയുടെ ഇന്റർഫേസിംഗ് ആണ് ഈ പറഞ്ഞത്. സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ കീബോർഡ് ഇന്റർഫേസിംഗ്. കീബോർഡ് ഇന്റർഫേസിംഗ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. LCDയും കീബോർഡും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ കീബോർഡ് ഇന്റർഫേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡിനെ എങ്ങനെ നമുക്ക് നമ്മുടെ Atmega 32 ആയിട്ട് ഇന്റർഫേസ് ചെയ്യാം. സോ കീബോർഡിനെ നോർമലി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റോ ആൻഡ് കോളംസ് ആയിട്ടാണ്. അപ്പൊ ഒരു കീ പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് റോയും കോളം നമ്പർ നമ്മൾ ഡിറ്റക്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പൊ ഒരു കീ പ്രസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈക്രോ കൺട്രോൾ സ്ഥിരം നമ്മുടെ കീബോർഡിനെ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിനകത്തുള്ള ഏത് റോയിലുള്ള ഏത് കോളമാണ് പ്രസ് ചെയ്തതെന്നുള്ള റോ നമ്പരും കോളം നമ്പരും കണ്ടുപിടിക്കുക. ആ റോ നമ്പറിനും കോളം നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീ ഏതാണെന്ന് ഇന്റേണൽ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. സോ റോ നമ്പരും കോളം നമ്പരും കിട്ടിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ നിന്നും ഏത് കീ ആണെന്നുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം മെട്രിക്സ് കീബോർഡ് കണക്ഷൻ ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുക. റോയും കോളവും ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. റോസും കോളംസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ VCC ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്വിച്ച്, ഒരു കീ പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയിലുള്ള റോയും കോളവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ട് അവിടെ ക്ലോസ് ആകും. ഓക്കെ, ഇവിടെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, 2 എന്ന് പറഞ്ഞ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സർക്യൂട്ട് ക്ലോസ് ആകും. ദാറ്റ് മീൻസ് റോയും കോളവും തമ്മിൽ കണക്ഷൻ എന്താണ്, എനേബിൾ ആകും, കണക്ഷൻ ആവും. അതുപോലെ തന്നെ കീ പ്രസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ കണക്ഷൻ ഓപ്പൺ ആയിരിക്കും, കീ എല്ലാം ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ റോ നമ്പറും കോളം നമ്പറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, പ്രീവിയസ്ലി ഉള്ള കീ എന്താണോ നോക്കാം, ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞോ എന്ന് നോക്കണം. അതായത് ഓൾറെഡി ഒരു കീ പ്രസ് ആയിട്ടുണ്ടെങ്കിൽ ആ കീസ് എല്ലാം തന്നെ ഓപ്പൺ ആകണം. ഒരു കീ പ്രസ് ആയിരിക്കുവാണെങ്കിൽ എല്ലാ കീസും ഓപ്പൺ ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം വാലിഡ് ആയിട്ടുള്ള ഒരു കീയെ നമ്മൾ ഡിറ്റക്ട് ചെയ്തെടുക്കാൻ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ കീസും ഓപ്പൺ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എല്ലാ കീസും ഓപ്പൺ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വാലിഡ് ആയിട്ടുള്ള കീ നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി എല്ലാ കീസും ഓപ്പൺ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇതിനകത്ത് റോയും കോളവുമായിട്ടാണ് കീസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള റോസ് എല്ലാം തന്നെ ഗ്രൗണ്ട് ചെയ്തേക്കും. ദാറ്റ് മീൻസ് റോസിലെല്ലാം സീറോസ് പാസ് ചെയ്യും, കോളംസിലെല്ലാം ഹൈ വാല്യൂ 1 പാസ് ചെയ്യും. എന്നിട്ട് നമ്മൾ നോക്കും, എപ്പോഴെങ്കിലും ഒരു കീ പ്രസ് ആയിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് കോളം വാല്യൂസ് എല്ലാം എന്തായി മാറും, കറസ്പോണ്ടിങ് കോളം വാല്യൂസ് 0 ആകും. കാര്യം എന്താണ്, അതിൻ്റെ ഇടയിലുള്ള ഒരു കണക്ഷൻ ക്ലോസ് ആവുകയും ആ റോയുടെ വാല്യൂ കോളത്തിന് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റിലെ കോളം വാല്യൂസ് എല്ലാം ഹൈ ആണ്, റോ വാല്യൂസ് എല്ലാം 0 ആണ്. ഏതെങ്കിലും ഒരു കീ പ്രസ് ആയിട്ടുണ്ടെങ്കിൽ ആ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം വാല്യൂ എന്താകും, 0 ആകും. 1 ആയിരുന്ന കോളം വാല്യൂ 0 ആകും. കാര്യം റോയും കോളവും തമ്മിൽ കണക്ഷൻ ക്ലോസ് ആവുകയും റോയുടെ 0 വാല്യൂ കോളത്തിന് കിട്ടുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കീ പ്രസ് ആകുമ്പം ആ കറസ്പോണ്ടിങ് കോളം വാല്യൂ 0 ആവുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു കോളം വാല്യൂ 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് കീ പ്രസ് ആയിരിക്കുകയാണ്, കീ ഓപ്പൺ അല്ല.
ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് വാലിഡ് ആയിട്ടുള്ള കീ നമ്മൾ കണ്ടുപിടിക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് നമ്മളൊരു ഫ്ലോ ചാർട്ടിലൂടെയാണ് പറയാൻ പോകുന്നത്. സോ ഇത്രയേ ഉള്ളൂ സ്റ്റെപ്സ്. ആദ്യം എല്ലാ റോസും നമ്മൾ ഗ്രൗണ്ട് ചെയ്തേക്കും. ദാറ്റ് മീൻസ് റോസിലെല്ലാം 0 വാല്യൂസ് പാസ് ചെയ്യും. എന്നിട്ട് കോളം വാല്യൂസ് ചെക്ക് ചെയ്യും. കോളം വാല്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ കീസും ഓപ്പൺ ആണോ എന്ന് നോക്കും. എല്ലാ കീസും ഓപ്പൺ ആണെങ്കിൽ കോളം വാല്യൂസ് എല്ലാം തന്നെ എന്തായിരിക്കും? ഹൈ വാല്യൂ ആയിരിക്കും. ഹൈ വാല്യൂ ആണെങ്കിൽ ദാറ്റ് മീൻസ് എല്ലാ കീസും ഓപ്പൺ ആണ്. അല്ലെങ്കിൽ ഓപ്പൺ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രീവിയസ് കീയെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രീവിയസ് കീയെ ഡിറ്റക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെയിറ്റിംഗ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു വെയിറ്റിംഗ് കഴിഞ്ഞാൽ എല്ലാ കീസും ഓപ്പൺ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കോളം വാല്യൂസ് റീഡ് ചെയ്യും. കോളം വാല്യൂസ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും റോസ് എല്ലാം 0യും കോളംസ് എല്ലാം 1ഉം ആണ്. കോളം വാല്യൂസ് നമ്മൾ റീഡ് ചെയ്യുമ്പം ഇടയിൽ ഏതെങ്കിലും ഒരു കീ പ്രസ് ആയിട്ടുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് കോളം വാല്യൂസ് മാത്രം 0 ആയി മാറും. അങ്ങനെ കീ പ്രസ് ആയിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യും. വെയിറ്റ് ഫോർ ഡീബൗൺസ്, അതായത് അത് പ്രസ് ചെയ്ത് ഡീബൗൺസ് ചെയ്യുന്നത് വരെ അത് വാലിഡ് ആയിട്ടുള്ള കീ ആണ് അല്ല മിസ്സായിട്ട് നമ്മൾ പ്രസ് ചെയ്ത കീ അല്ല എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും കോളംസ് നമ്മൾ റീഡ് ചെയ്യും. അങ്ങനെ കീ നമ്മൾ കോളംസ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കീസ് ഏതെങ്കിലും ഡൗൺ ആണെങ്കിൽ കോളം വാല്യൂസ് ഏതെങ്കിലും ഒരു കോളം വാല്യൂ ഏതെങ്കിലും ഒരു കീ പ്രസ് ആയിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് കോളം വാല്യൂ 1 ആയിരിക്കും. അങ്ങനെ ഒരു 1 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏത് റോയിലുള്ള കോളമാണ് പ്രസ് ആയെന്നുള്ളതാണ്. ഏത് റോയിലുള്ളതാണ് പ്രസ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്തത് എല്ലാ റോസും ഗ്രൗണ്ട് ചെയ്ത് കൊടുത്തതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 റോ മാത്രം, ഏതെങ്കിലും ഫസ്റ്റ് റോ മാത്രം നമ്മൾ ആദ്യം ഗ്രൗണ്ട് ചെയ്യും. എന്നിട്ട് കോളം വാല്യൂ നോക്കും. അടുത്തത് അതിലൊന്നും 0 കണ്ടില്ലെന്നുണ്ടെങ്കിൽ അടുത്ത റോ നമ്മൾ എന്ത് ചെയ്യും? 0 ആക്കും. ബാക്കിയെല്ലാം ഹൈ ആക്കും. അപ്പൊ അങ്ങനെ ഓരോ റോ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് റോ നമ്പരും കോളം നമ്പരും കിട്ടും. ഏത് റോയിലുള്ള ഏത് കോളത്തിലുള്ള കീ ആണ് പ്രസ് ചെയ്തതെന്നുള്ള റോ നമ്പരും കോളം നമ്പരും കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ആ റോയിലുള്ള കോളം നമ്പർ റോയും കോളം നമ്പരും കിട്ടിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കീ വാല്യൂ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന റോയിൽ ഇന്ന കോളം നമ്പറിൽ ഏത് കീ ആണെന്നുള്ളത് നമ്മൾ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യും. ആ ടേബിളിൽ നിന്ന്, ആ മെമ്മറി ടേബിളിൽ നിന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു കീ പ്രസ് ആയോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത്. അപ്പൊ ഇന്റർഫേസിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഡയഗ്രാം വരയ്ക്കുക. അതാണ് റോസും കോളംസും ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ സ്റ്റെപ്പുകൾ എഴുതുക. ഈ പറഞ്ഞ ഫ്ലോ ചാർട്ടിനകത്തുള്ള സ്റ്റെപ്സ് ആണ് 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞ സ്റ്റെപ്പുകളായിട്ട് എഴുതിയിട്ടിരിക്കുന്നത്. അത് എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മൂന്ന് ക്വസ്റ്റ്യൻസേ നമുക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സീരിയൽ ഇന്റർഫേസിങ്ങും അതുപോലെ തന്നെ LCD ഇന്റർഫേസിങ്ങും കീബോർഡ് ഇന്റർഫേസിങ്. ബാക്കി രണ്ടെണ്ണം നമുക്ക് പിന്നീടുള്ള ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.